അമ്മയല്ലല്ലോ ഒരാളിന്റെ തലയിലേസ് തീരുമാനിക്കുന്നത്. അതൊക്കെ ചുമ്മാ സംഘടന. അതിപ്പോ എല്ലായിടത്തും രാഷ്ട്രീയത്തിലുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെട്ടവരെ നേരത്തെ ചെന്ന് കണ്ട് ഓരോന്നൊക്കെ സോപ്പിട്ട് പറഞ്ഞു വെക്കുക. അത് ഈ പറയുന്ന ആളുടെ കഴിവുണ്ടോന്ന് സാംസ്കാരിക സംഘടനകളായാലും രാഷ്ട്രീയ സംഘടന ആയാലും രാഷ്ട്രീയക്കാരും നോക്കണം. ഇല്ലെങ്കിൽ ആ ചീത്തപ്പേര് അവരല്ലേ മറുപടി പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ എത്ര സത്യമുണ്ടെന്ന് അന്വേഷിക്കാൻ മെനക്കെടുത്ത എത്ര പേരുണ്ട് ഇവിടെ. ഇത്രയും വലിയൊരു കെട്ടിടത്തിനകത്ത് കയറി അമ്മ ഓഫീസ് എന്നും പറഞ്ഞിരുന്നിട്ട് ഏറ്റവും മുകളിൽ പണ്ടൊരു ബെഡ്റൂം ആയിരുന്നു. അവിടുത്തെ കേട്ട കഥകളാണേ. ബെഡ്റൂം ആയിരുന്നു, അതിന്റെ താഴെ ഇങ്ങനെ, അതിന്റെ താഴെ ഇങ്ങനെ. അപ്പോ ശ്വേത പറഞ്ഞു ലാലേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് മാത്രമാണ് ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ആരെങ്കിലും കണ്ടു. അത് അത്യാവശ്യമാണ്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ ഒരാൾ വരുമ്പം ഒരു ക്യാമറയോ ആര് വന്നു പോയി നാളെ എന്തെങ്കിലും പറഞ്ഞാലും നമുക്കൊരു തെളിവ് വേണ്ടേ. പക്ഷെ ബാത്റൂമിൽ പോകുന്ന കോറിഡോറിൽ വരെ ക്യാമറ. അതെന്താണ് അതിന്റെ പ്രയോജനം? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന ആള് ഞാൻ പോകുന്നതിന്റെ തലേദിവസം അതാണ് ഇതെങ്ങനെ അറിയുന്നു അവര്. പിന്നെ അമ്മ നാളെ രാവിലെ അവിടെ ഈ കണ്ണിന്റെ ഇതിന് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പോകുന്നുണ്ടെന്തേ? ആര് പറഞ്ഞു? അല്ല ഞാൻ ഇന്നലെ അവര് ഗ്രൂപ്പിലോ. അപ്പൊ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ അവരൊക്കെ. ഇവരെങ്ങോണ്ടോ പറഞ്ഞു വിട്ടു, ജനറൽ ബോഡിക്കേ വരാവൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചതാണ്, രണ്ടുപേരുടെ പേര് ഒരു തെറ്റിൽ വന്നപ്പോൾ, ക്യാമറ വാങ്ങിച്ചതാവട്ടെ അല്ലെങ്കിൽ അറിയാതെ സെക്രട്ടറി ഒപ്പിട്ടതാവട്ടെ, അപ്പൊ രണ്ടുപേരെ മാറ്റി നിർത്തണം. എന്നിട്ട് വേണം അന്വേഷിക്കാൻ. അവിടെ എന്തുകൊണ്ട് ശ്വേത അത് അവിടെ തൊട്ട് ശ്വേത ലേശം ഒന്ന് ഒരു പാളിപ്പോയി. ഉണ്ണി ശിവപാലിനെ ജനറൽ ബോഡി വരെ വരണ്ടെന്ന് തീരുമാനിച്ചു. ഓക്കെ, അതേപോലെ കുക്കു പരമേശ്വരനെ മാറ്റി നിർത്തണ്ടേ? ഇപ്പൊ അവരെന്താ പറയുന്നത്? അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കൊച്ച് ഇങ്ങനെ പറയിപ്പിച്ചു, സെക്യൂരിറ്റിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലും മോശമായിട്ട് എന്റെ വീട്ടില് ചില സംഭവങ്ങൾ പറഞ്ഞു. എന്റെ ജീവിതം പോയി, ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്ത് ദിവസമുള്ളൂ, എനിക്കൊരു കല്യാണം പോലും വരുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ആഭാസം. എന്നിട്ട് ആ കുട്ടി പറയുന്നു വനിതാ കമ്മീഷനെ കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ. ഇത് ചുരുക്കം പറഞ്ഞിട്ട് താരങ്ങളെ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ, എന്നെയല്ല കേട്ടോ ഞാൻ പറഞ്ഞേ, ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവർ അതിനകത്തുണ്ട്, ഒരു വലിയ സംഘടനയെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പണ്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോടായിട്ട് തുറന്നു പറയാം, ഒരു വിഭാഗം കുറെ പേര് ആൾക്കാർ അല്ല ഇതിപ്പോൾ നമ്മളെയൊക്കെ ഇറക്കി വിട്ട ഇടവേള ബാബുവിനെ കൊണ്ടുവരാനുള്ള ഒരു നാടകമാണ്. ഞാൻ ആരുടെ അത് ചേച്ചി ഇതൊന്നും അന്വേഷിക്കുന്നില്ല, ചേച്ചി ഈ TV ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിച്ചാൽ ലൂസ് സ്റ്റോക്കറാ, ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും, വേണ്ട. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത് അവിടുത്തെ ഒരു 10-15 ക്യാമറ വാങ്ങിയത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. ഈ പൈസ ഇവിടെ നടത്തുന്നതല്ലേ. അപ്പം നോക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് കൂടെ തിരുവനന്തപുരത്ത് വന്ദേ ഭാരതെങ്കിൽ വന്ദേ ഭാരത്, ടാക്സി എങ്കിൽ ടാക്സി, അതിന് അമ്മയെന്ന് കാശെടുക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു പ്രയോജനവും ചെയ്യുന്ന ഒരു കാര്യവും അതിൽ നിന്ന് നേടിയിട്ടില്ല. ചുമ്മാ കയറി ഇറങ്ങും. GST ഉണ്ടോ മറ്റേ, ഇപ്പോഴല്ല, ഇപ്പം തുടങ്ങിയില്ലല്ലോ. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അത് മിനിസ്റ്ററെ കാണാൻ വന്നു, ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ, കാരണങ്ങൾ പലതും പറയാം. പക്ഷേ അവരൊക്കെ വിചാരിക്കേണ്ടതറിയോ, ഞാന് സത്യം ജനിച്ചത് ഹരിപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ അയൽവാസിയാണ് ഞാൻ, എല്ലാം ശരിയാ. പക്ഷെ ഞാൻ വളർന്നതും നഴ്സറി തൊട്ട് പഠിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഇത്രയും കൊല്ലം എന്റെ അച്ഛൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഞങ്ങൾ ഈ കുടുംബം ഇവിടെ താമസിക്കുമ്പോൾ എത്രയോ പേര് സ്വന്തവും ബന്ധവും പരിചയമായിട്ട് ഞങ്ങൾക്ക് കാണും. സെക്രട്ടേറിയറ്റ് കയറിയാലില്ലേ എന്റെ കൂട്ടുകാരികളുടെ മക്കളോ മരുമക്കളോ അവരോ ഇവരോ ഒക്കെ വലിയ വിഭാഗമുണ്ട്. അപ്പൊ ഈ സിനിമാക്കാരെ കാണുമ്പോൾ നമ്മുടെ മുഖം കൊണ്ട് തിരിച്ചറിയും. നമ്മളവിടെ വേറെ അധ്യാപക ഭവനിൽ ഒരു പരിപാടി ചെല്ലുമ്പോഴായിരിക്കും ഇന്നലെ ഇവര് വന്നായിരുന്നു, എന്തായിരുന്നു, എനിക്കറിയത്തില്ല, അത് സംഘടനയുടെ വല്ല കാര്യത്തിനായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക. അപ്പൊ ഇപ്പോഴാണ് അറിയുന്നത് ഇതെല്ലാം അമ്മയിൽ നിന്നും കാശെടുത്താണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ എതിർപ്പുണ്ട്. മമ്മൂട്ടി മോഹൻലാലും പോലും ചെയ്യാതെ ഒരു 5 ലക്ഷത്തോളം രൂപ മുടക്കി ഇപ്പൊ IFFKയിൽ പാർട്ടി നടത്തി. എന്താണ് അമ്മയ്ക്ക് കിട്ടിയത്? അതുകൊണ്ട് പറയും. അപ്പൊ ശ്വേത പറഞ്ഞു അല്ലെ അത് ശരിയാണ് ചേച്ചി, അങ്ങനെ അതെ ഒരു നല്ല ഇതാണ്, എല്ലാവരും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് പോയിട്ട് കൾച്ചർ മിനിസ്റ്റർ, അന്നത്തെ മിനിസ്റ്ററെ കണ്ടു, സഭ പറഞ്ഞു. ഞാൻ എല്ലാം ശരി, ഗ്ലാമറൊക്കെ എല്ലാവർക്കും കിട്ടി, കഴുത്തത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്, നമുക്ക് നടക്കാൻ നല്ല കാര്യമൊക്കെയാണ്. പക്ഷേ ഈ സംഘടനയ്ക്ക് എന്ത് കിട്ടി? അതുകൊണ്ട് വല്ലതും കിട്ടിയോ? ഇല്ല. അതേസമയം നിങ്ങളൊരു പരിപാടി നടന്മാരെ നടികളെയൊക്കെ വിളിച്ചുകൊണ്ട് നടത്തുമ്പോൾ ഏതെങ്കിലും സ്പോൺസർമാർ വഴി നിങ്ങൾക്ക് പൈസ കിട്ടും, അത് ഫണ്ടിലിടാം.
എന്ന് പറഞ്ഞപ്പം ഈശ്വര പഴയ തൊട്ടുള്ള കാര്യങ്ങൾ വരെ പലരും പല രീതിയിൽ നമ്മളോട് പറഞ്ഞു. ചേച്ചിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ പല തെറ്റുകളുണ്ട്, അത് പണ്ടും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് കമ്മീഷൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ പണ്ട് തിലകൻ സാറിന്റെ മകനെ ചേച്ചി അന്നേരം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അത് എന്തുത്തരം പറയും ശ്വേത? എന്നോട് ഇന്നലെ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വരുന്ന വഴി അടൂര് വെച്ചിട്ട്, അല്ലേ ചേച്ചി പണ്ടേ ഒരു മൊബൈലില് തിലകൻ സാറിന്റെ മോനെ ഏതാണ്ട് പുറകിൽ നിന്ന് എടുത്തെന്നും പറഞ്ഞിട്ട് അങ്ങേരെ പിടിച്ച് അല്ല അത് മാത്രമല്ല വേറെ ഏതാണ്ടൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ ഇത് മാപ്പ് എഴുതുക ശരിയാണ്, സത്യമായിട്ട് അതൊന്നും വേണ്ടായിരുന്നു, പോട്ടെ സംഭവിച്ചു പോയല്ല എന്ന് പറഞ്ഞപ്പോൾ സുഗോട്ടനെ ബാൻ ചെയ്തില്ലേ അവര്, രാജുവിനെ ബാൻ ചെയ്തില്ലേ, ഇതൊക്കെ നടക്കും. അപ്പോൾ ഇപ്പം അമ്മയല്ലല്ലോ ഒരാളിന്റെ തലയിലേസ് തീരുമാനിക്കുന്നത്. അതൊക്കെ ചുമ്മാ സംഘടന. അതിപ്പോൾ എല്ലായിടത്തുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെട്ടവരെ നേരത്തെ ചെന്ന് കണ്ട് ഓരോന്നൊക്കെ സോപ്പിട്ട് പറഞ്ഞു വെക്കുക. അത് ഈ പറയുന്ന ആളിന് കഴിവുണ്ടോന്ന് സാംസ്കാരിക സംഘടനകളായാലും രാഷ്ട്രീയ സംഘടന ആയാലും രാഷ്ട്രീയക്കാരും നോക്കണം. ഇല്ലെങ്കിൽ ആ ചീത്തപ്പേര് അവരല്ലേ മറുപടി പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. പറയുമ്പോൾ അത് ഈ ചാനലുകാർക്കൊണ്ട് പറഞ്ഞ് പെരുപ്പിക്കും നിങ്ങൾക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ എത്ര സത്യമുണ്ടെന്ന് അന്വേഷിക്കാൻ മെനക്കെടുത്ത എത്ര പേരുണ്ട് ഇവിടെ? ഇല്ല. അപ്പം അത് ഞാൻ വളരെ സൗമ്യമായിട്ട് പറയുകയാണ്, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഒരു മനുഷ്യർക്ക് അമ്മയെ തുടരാൻ താല്പര്യമില്ല ശരിക്കും. അല്ല ഞാനല്ല കേട്ടെ, എന്നെ എടുത്ത് പറയുന്നത്, ഞാൻ അതിൽ നിന്നൊക്കെ വളരെ എത്രയോ ദൂരെ മാറി നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് പണ്ടേ വിലക്കുകൾ പലതും ഉണ്ട്. റോള് തരാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, പോട്ടെ അത് സത്യമോ കള്ളമോ അത് സത്യമാണ്. എനിക്കിപ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ റോൾ അന്വേഷിച്ച് പോകാനും വയ്യ, അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കാനും വയ്യ. അത്യാവശ്യം പോക്കറ്റ് മണിക്കൊക്കെയുള്ള അഭിനയമൊക്കെ എനിക്ക് സിനിമയും കിട്ടുന്നുണ്ട്, സീരിയലും ഉണ്ട്, അത് ധാരാളം മതി. പിന്നെ എൻ്റെ മക്കളൊക്കെ ഉണ്ട്, എനിക്ക് എന്തിനും കൂടെ നിൽക്കുന്ന 2 മക്കളുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ദയവ് ചെയ്ത് ഇതിൻ്റെ വലിയ പദവിയിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും അവരില്ലാതെ ഈ സംഘടന പോകത്തില്ല എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന വലിയ താരങ്ങൾ ഇത് പിരിച്ചുവിട്ട് ദൈവത്തെ വിചാരിച്ച് വേറെ ഒരു പുതിയ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഇല്ലേ കംപ്ലീറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങോട്ട് മാറ്റുക, പുതിയ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട്. സഹിക്കാൻ വയ്യാതെ ആയിട്ടുണ്ട് പുറത്ത്. അല്ല എനിക്ക് നല്ലതുപോലെ അറിയാം, അവരോടും ചോദിക്കുമായിരിക്കും അത്ര അടുത്തവര്. ഇപ്പൊ ഞങ്ങളൊരു പരിപാടിക്ക് ഇരിക്കുമ്പോൾ ചോദിക്കുന്ന പോലെ ചിലപ്പോൾ അവരോട് ചോദിക്കത്തില്ല. ഇപ്പൊ ഞാൻ പോകുന്നതൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന സംഘടനകൾ അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും പറഞ്ഞിട്ട് മതി ചേച്ചി ഒന്ന് അതുവരെ വരുമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മളോടുള്ള എളുപ്പം കൊണ്ട് ചേച്ചി ഞങ്ങളൊക്കെ വലിയ ആരാധനയോടുകൂടി കാണുന്ന ഒരു വലിയ വിഭാഗമല്ലേ ഈ സിനിമാ താരങ്ങൾ, അവിടെ എന്തെങ്കിലും വൃത്തികളൊക്കെ എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.